ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വ്ലോഗ്. അപ്പോൾ ഇന്നത്തേത് ഞങ്ങളുടെ ഈ വർഷത്തെ വിഷു ആഘോഷങ്ങളുടെ ഒരു വ്ലോഗാട്ടോ. ഞാനിതിനൊരു ഇൻട്രോ ഒക്കെ എടുത്തു വെച്ചതാണ്. പക്ഷേ ഇപ്പോൾ വിഷു കഴിഞ്ഞ് കുറേ ആയതുകൊണ്ട് ഞാൻ ആ ഇൻട്രോയിൽ സൗണ്ട് കൊടുക്കുന്നില്ല. അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് ഒരുക്കിയേക്കെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്തവണ കുറച്ച് വിപുലമായിട്ടുള്ള വിഷുക്കണിയാണ് ഒരുക്കിയത്. എല്ലാ വർഷവും ഞാൻ വിഷുക്കണി ഒരുക്കാറുണ്ട്. ഞാൻ ഈ വീട്ടിൽ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് ഇവിടെ മമ്മി ഒരുക്കുന്നത് കണ്ടിട്ടാണ് ഞാനത് ഈ വിഷുക്കണി ഒരുക്കി തുടങ്ങിയത്. അതെനിക്ക് വളരെ നല്ലൊരു കാര്യമായിട്ട് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ ആ ഒരു ക്രിസ്ത്യൻ രീതിയിൽ തന്നെ ഈശോനെ വെച്ചിട്ട്, മാതാവിനെ വെച്ചിട്ട്, അതുപോലെ തന്നെ നവധാന്യങ്ങളാണല്ലോ ഇതിൻ്റെ ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത്. പിന്നെ ആ ഒരു വിഷു കണിക്കൊന്നയ്ക്ക് പകരമായിട്ട് ഇതുപോലെയുള്ള ഒരു കൊട 5 200 രൂപയ്ക്ക് എനിക്ക് മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതാണ്. ഇത് ഞാൻ ആദ്യമായിട്ട് കണ്ടത് കഴിഞ്ഞ വർഷം ലങ്കാവിയിലായിരുന്നു. അവിടെ നിന്ന് 2 എണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടെ അതിന് 3 റിങ്കറ്റോ അങ്ങനെ കണ്ടുമായിരുന്നു. അപ്പോൾ അതിന് 60, നമ്മുടെ ഇവിടുത്തെ 60 റുപ്പീസ് വരും. അങ്ങനെ 2 എണ്ണം വാങ്ങിയാണ്. ഞാൻ ഓൾറെഡി ഷോർട്സ് ഇട്ടിട്ടുണ്ട്. ഒട്ടുമിക്ക വർഷത്തെ ഈ ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ട്. കാരണം അതിലൊന്ന് പോയി കണ്ടു നോക്കൂട്ടോ. ഇതുപോലെയാണ്. അപ്പോൾ ഇതിൽ ഈ ഒരു ട്രേ ഒക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. നമ്മുടെ സ്വപ്നാസ് വണ്ടർലാൻഡിലൊക്കെ കണ്ടപ്പോൾ ഞാനത് വാങ്ങിക്കണമെന്ന് കരുതിയിരുന്നിട്ട് തന്നെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഇത്തവണ അങ്ങനെ വാങ്ങിച്ചു. പിന്നെ ആ ഒരു തിരുവുടയാട, ഒരു വാൽക്കണ്ണാടി, പിന്നെ അങ്ങനെയുള്ളതൊക്കെ ഇതൊക്കെ എപ്പോഴും വെക്കുന്നത് തന്നെയാണ്. ഒരു സ്വർണ്ണക്കൊന്ത, അതൊക്കെ നമ്മൾ വെക്കാറുണ്ട്. ഇതായിരുന്നു വിഷുക്കണിയുടെ പൂർണ്ണരൂപം. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ നമ്മൾ ഒരു കണി കാണുക, ഈശോനെ നല്ല രീതിയിൽ ചെയ്തിട്ട് കണി കാണുക. അപ്പോൾ നമ്മളെല്ലാം തന്നെ ആഘോഷിക്കാറുണ്ട്. നമ്മുടെ വ്ലോഗ് കാണുന്നവർക്ക് അതറിയാൻ പറ്റും. നമ്മൾ ഈദാണെങ്കിലും നവരാത്രി, ശിവരാത്രി എല്ലാം ആഘോഷിക്കാറുണ്ട്. അതിനുശേഷം വിഷുക്കണി കണ്ടു കഴിഞ്ഞിട്ട് ഇതാണ് വിഷുവിൻ്റെ പ്രധാന ചടങ്ങായ വിഷു കൈനീട്ടം. എനിക്ക് എല്ലാ വർഷവും ഏട്ടനാണ് വിഷു കൈനീട്ടം തരാറുള്ളത്. എല്ലാവർക്കും അതെ കേട്ടോ. ഞാൻ അതുപോലെ തന്നെ ഇവിടുത്തെ ഡാഡി മമ്മിയൊക്കെ തരാറുണ്ട്. അതിൻ്റെ ഒന്നും ഞാൻ ഫോട്ടോ ആയിട്ട് എടുത്തില്ല. കാരണം അവർ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് അവർ പറഞ്ഞു ഞങ്ങളുടെ ഇക്കൊല്ലം കൊടുക്കണ്ട, അടുത്ത കൊല്ലം കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞങ്ങൾ എന്തായാലും എല്ലാ വർഷവും ഇതുപോലെ ഒരുങ്ങി തന്നെ നിൽക്കും. അതൊക്കെ ഒരു ഓർമ്മയാണല്ലോ ഭാവിയിലേക്ക്. പിന്നെ കുറേ ഫോട്ടോസ് എടുക്കലാണ്. അതൊക്കെ ഒരു ഓർമ്മകളാണ്. കാരണം ഇന്ന് നമുക്ക് പഴയ ഫോട്ടോസും ഒക്കെ കാണുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സന്തോഷം, അതിന് വേണ്ടി തന്നെയാണ് മക്കളിന്ന് അവർ പഠിക്കാനൊക്കെ ആയിട്ട് പോകുമ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഓർക്കാനും ഈ ഒരു ദിവസങ്ങൾ വരുമ്പോഴൊക്കെ ഇതെന്താണെന്നറിയാനും. അതുപോലെ തന്നെ ഒരു മതത്തിൻ്റെതായ യാതൊരു വേർതിരിവും കാണിക്കാതെ തന്നെയാണ് ഞാൻ മക്കളെ വളർത്തിയിട്ടുള്ളത്. അത് ഇൻസ്പിറേഷൻ എനിക്ക് കിട്ടിയത് ഇവർ പഠിക്കുന്നത് രാജഗിരിയിലാണ്. ഒരു ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് സ്കൂളാണെങ്കിലും അവിടെ എല്ലാ സെലിബ്രേഷനും, അവിടെ പല തരത്തിലുള്ള അല്ലെങ്കിൽ പല കാസ്റ്റിലുള്ള ആളുകൾ അവിടെ വരുന്നത് കൊണ്ട് എല്ലാം അവർ ആഘോഷിക്കാറുണ്ട്. അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് ഞാൻ മക്കൾ സ്കൂളിൽ പോയി തുടങ്ങി. 2017 തുടങ്ങി. ഞാനിത് ഏറ്റെടുത്ത് നടത്തി തുടങ്ങിയതാണ്. അതുവരെ മമ്മിയായിരുന്നു എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷം ഞാൻ ഇച്ചിരിയും കൂടി വിപുലമായിട്ട് ഇതുപോലൊരു കുഞ്ഞ് സദ്യ 2 മണിക്കൂറുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് ഒരുക്കിയതാണ്. പെട്ടെന്ന് കയ്യിലുള്ള പച്ചക്കറികളൊക്കെ ഒരുക്കി. കാരണം നമ്മൾ തലേന്ന് മലയാറ്റൂർ പോയിരുന്നു. മലയാറ്റൂർ വ്ലോഗ് കാണാത്തവരൊന്ന് പോയി കണ്ടു നോക്കണേ. നമ്മുടെ മക്കൾ 2 പേര് ആദ്യമായിട്ട് മല കയറിയതാണ്. അപ്പോൾ നമ്മൾ വെളുപ്പിന് 3 മണിക്ക് എത്തിയതിന് ശേഷമാണ് ഈ ഒരു കണി നമ്മൾ ഒരുക്കിയത്. അതിന് ശേഷം നമ്മൾ സാമ്പാർ, അതുപോലെ തന്നെ നമ്മൾ കണി വെച്ച മാങ്ങ വെച്ചിട്ട് ഒരു പഴമാങ്ങ പുളിശ്ശേരി, പിന്നെ നമ്മുടെ അച്ചാറുകൾ 2 സൈസിൽ ഇഞ്ചി അച്ചാറും ഉണ്ടായിരുന്നു, നാരങ്ങ അച്ചാറും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ക്യാബേജ് ഒലത്തിയത്, പിന്നെ ഒരു അവിയൽ, പിന്നെ ഒരു കൂട്ടുകറി, പിന്നെ അതുപോലെ തന്നെ കോളിഫ്ലവറും മുട്ടയും കൂടി, അല്ലെങ്കിൽ ഒരു കോളിഫ്ലവർ അല്ല, നമ്മുടെ മുരിങ്ങാക്കോലും മുട്ടയും കൂടി, മുരിങ്ങാക്കോലിൻ്റെ അകത്ത് നിന്ന് ചീക എടുത്തിട്ട് മുട്ടയിട്ട് ഒലത്തിയ ഒരു ഒലത്തും, പിന്നെ ഒരു പായസം, പപ്പടം, പഴം, ഇത്രയുള്ള കൊച്ചൊരു സദ്യയായിരുന്നു. എങ്കിൽ തന്നെ മക്കൾ ഒത്തിരി ഹാപ്പി ആയിട്ടോ. കാരണം അന്നത്തെ ദിവസം ആ ഒരു ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഇട്ട് മക്കളെ ചോദിക്കുമായിരുന്നു എപ്പോഴാണ് മുണ്ടൊടുക്കേണ്ടേ അമ്മയെന്ന്. അപ്പോൾ എല്ലാ വർഷവും ഉടുപ്പിക്കാറുണ്ട്. കഴിഞ്ഞ വർഷം നമ്മൾ ലങ്കാവിയിലായതുകൊണ്ട് നമ്മൾ മുണ്ടൊന്നും ഉടുത്തില്ല, ഞാൻ സാരി ഒന്നും ഉടുത്തില്ല. നമ്മൾ ഏത് നാട്ടിലാണോ ആ സ്ഥലത്തെ സംസ്കാരത്തിലുള്ള ആ ഒരു ഡ്രസ്സ്, എങ്കിലും ഞങ്ങൾ യെല്ലോ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഇട്ട് കഴിഞ്ഞ വർഷത്തെ ആഘോഷിച്ച് ആ ഒരു കുറവ്. അല്ലെങ്കിൽ അപ്പം നമുക്ക് മീനിൻ്റെ ഒരു സമുദ്ര സദ്യയായിരുന്നു കഴിഞ്ഞ വർഷം. അപ്പോൾ ഇത്തവണ ആ ഒരു കുറവ് പരിഹരിച്ച് ഒരു കൊച്ചു സദ്യ ഒരുക്കി. അടിപൊളി സദ്യയായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. മക്കളും ഏട്ടനും ഒക്കെ പറഞ്ഞു, ഡാഡി മമ്മിയൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് സദ്യ കഴിക്കുകയാണ്. ഡാഡി മമ്മിയൊക്കെ നേരത്തെ കഴിക്കും. കാരണം ഇതൊക്കെ വിളമ്പി ഫോട്ടോ ഒക്കെ എടുത്തൊക്കെ വരുമ്പോഴേക്കും വൈകും. അപ്പോൾ ഇതുപോലെയൊക്കെ ചട്ടിയിലൊക്കെ ആക്കി ഒരു ഓർമ്മയ്ക്കായിട്ട് ഞങ്ങളെല്ലാവരും കൂടി ഇരിക്കുന്നൊരു നിമിഷങ്ങളായിരുന്നു അത്. അപ്പോൾ വിഷു അല്ല, ഈദല്ല, അല്ലെങ്കിൽ നവരാത്രി, ശിവരാത്രി, കറുവ ചൗത്ത് ഒക്കെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. കാരണം മക്കളുള്ളപ്പോൾ, കൂടെ ഉള്ളപ്പോഴാണല്ലോ ഇതിനൊക്കെ ഒരു ഭംഗി കൂടുക. പിന്നെ മക്കൾ പഠിക്കാനൊക്കെ പോയി കഴിയുമ്പോൾ നമുക്ക് തല്ലിയോ ആഘോഷിച്ചില്ലല്ലോ എന്ന് ചിന്തിക്കില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇതൊക്കെ സെലിബ്രേറ്റ് ചെയ്യുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു രീതിയാണ്. എവിടെ നിന്നാണ് സമയം എന്ന് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് എന്നോട്. സമയം നമ്മൾ ഉണ്ടാക്കിയാൽ വരും. കാരണം വെളുപ്പിന് 3 മണിക്ക് നമ്മൾ
മലയാറ്റൂരിൽ നിന്ന് എത്തിയുള്ളൂ. അതിൻ്റെ ക്ഷീണം കൊണ്ട് തന്നെയാണ് ഞാൻ 6 മണി ആയപ്പോഴേക്കും 3 മണിക്ക് ഞാൻ കണി ഒരുക്കിയിട്ടാണ് കിടന്നുറങ്ങിയത്. അതിന് ശേഷം 6 മണിക്ക് മക്കളെയൊക്കെ വിളിച്ചെണീപ്പിച്ച് കണി കണ്ടു. പിന്നെ അവർ കിടന്നുറങ്ങി. ഞാൻ പിന്നെ കിച്ചണിലോട്ട് കയറി. എന്നിട്ട് എല്ലാം കഴിഞ്ഞ് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പക്ഷേ ഇപ്പോൾ ഓർക്കുമ്പോൾ ക്ഷീണമൊക്കെ മാറി. പക്ഷേ നമ്മുടെ കയ്യിൽ ഒരുപാട് ഓർമ്മകളുമായി. അപ്പോൾ ഇതൊക്കെ എന്തിനാണെന്ന് ചോദിക്കുന്നവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നമ്മുടെ സന്തോഷം നമ്മൾ തന്നെ കണ്ടെത്തുക. നമ്മളിപ്പോഴേ അതിന് വേണ്ടി കുറച്ച് കഷ്ടപ്പെടുക. അല്ലാതെ നമുക്കത് മറ്റുള്ളവർ ചെയ്യുന്നതിനോട് അതിനെ വിമർശിക്കുന്നതിന് പകരം നമുക്കത് ചെയ്യുവാൻ ഇഷ്ടമാണെങ്കിൽ ചെയ്യുക, അല്ലെങ്കിൽ ചെയ്യണ്ട. ഞാൻ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ഞാൻ തന്നെയാണ് മുൻകൈ എടുത്ത് ചെയ്യാറുള്ളത്. അതെനിക്ക് ഇന്ന് വരെ വളരെയധികം എന്താ പറയുക, ഒരു ട്രഷർ പോലെയാണ് എൻ്റെ കയ്യിലുള്ള ഈ ഓർമ്മകളൊക്കെ. ഇതൊക്കെ നമുക്ക് ഒരിക്കലും എത്ര കാശ് കൊടുത്താലും കിട്ടാത്ത കുറേ ഓർമ്മകളാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞങ്ങളുടെ വിഷു ഓർമ്മകൾ. താങ്ക്